സ്പർശിക്കണമേ. അടിപ്പഴ പോലെ, വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി എല്ലാ രോഗികളും ആവശ്യിക്കട്ടെ. കൃപാസനം അൽത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ നിന്റെ കുടുംബവും സൗഖ്യം പ്രാപിക്കുകയും കർത്താവെ, നീ എന്ത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ ആലോചിച്ച കർത്താവെ, ഈ ഭവനത്തിന്, ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന്, ആ വ്യക്തികൾക്ക് നിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിലെ സമാധാനം ആശംസിക്കുന്നു. സമാധാനത്തിനെതിരെ അവർക്കെതിരെ വരുന്ന വ്യക്തികളെ, ശക്തികളെ എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ യാത്ര കർത്താവ് ആശീർവദിക്കട്ടെ. നിന്റെ സംസാരങ്ങൾ, ഉദ്യമങ്ങൾ, ഉദ്യോഗജനകമായ നിന്റെ എല്ലാ നടപടികളെയും, നിന്റെ ഇടപാടുകളെയും ബന്ധങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലെ നിന്നെ അലട്ടുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വ്യക്തികളെ, വിഷയങ്ങളുടെ പേരെല്ലാം സർപ്പത്തിന് തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ വലിയ ദൈവികമായ ശക്തിയാൽ നീ വിടുവിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ശാപങ്ങൾ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുള്ള ഓരോ ദിവസവും, ഓരോ നിശ്വാസവും, ഓരോ ഇടപെടലുകളും ഇടപാടുകളും, ഓരോ നിയോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഡെയിലി ബ്രെഡ് എന്ന കർത്താവിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ കൈമാറ്റത്തിനായി കാതോർക്കുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നതിനായി സ്വയം സമർപ്പിതരായിട്ട് വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കരുണ സർവോപരി കൃപയ്ക്കന്മേൽ കൃപയായി ലഭിക്കുകയും കർത്താവെ, നിന്റെ നാമത്തെ അനുഭവിച്ച് മറ്റു മക്കൾക്ക് ആ അനുഭവത്തെ ശക്തിയോടെ ദൈവസ്നേഹത്തോടെ കൈമാറിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ഉത്തരോത്തരമായ വലിയ അനുഗ്രഹമായി നീ മാറാൻ, നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് കർത്താവെ, നീ അബ്രഹാത്തെ ആശീർവദിച്ചപ്പോൾ പറയുന്നത് പോലെ ഈ ആശീർവാദം കൂടുന്ന മക്കള്, ഈ ആശീർവാദം സ്വീകരിക്കുന്ന മക്കള്, അവര് എടുക്കുന്ന ഉദ്യമങ്ങൾ ആളുടെ വിഷയത്തിൽ ഇടപെട്ടാലും അത് അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന, അതിൻ്റെ തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ ഈശ്വരനാഥ് ബന്ധിക്കുന്നു. നിന്റെ യാത്ര, നിന്റെ ജോലി, നിന്റെ സംസാരം, നിന്റെ ഇടപാടുകൾ, നിന്റെ കൈയൊപ്പുകൾ എവിടെ ചാർത്തപ്പെടുന്നുവോ അതെല്ലാം സഫലമായി വരാനും ശുഭമായി വരാനും പരിശുദ്ധമ്മ ദൈവമാതാവിന് നിന്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് സർവ്വകാര്യങ്ങളും നീ തിരിച്ച് രാത്രിയിൽ വിശ്രമിക്കാൻ പ്രവേശിക്കുന്നത് വരെ ഈ അനുഗ്രഹത്തിൻ്റെ ശക്തി മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതത്തിൻ്റെ ഓരോ ഇടപെടലുകളിലും നിറഞ്ഞു നിൽക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,